ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇന്ദുസ് വ്ളോഗ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ നൈറ്റ് കെയർ റൂട്ടീനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്, ഹെയർ ആൻഡ് സ്കിൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? അതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണണമെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എൻ്റെ നൈറ്റ് കെയർ റൊട്ടീൻ എന്ന് പറയുന്നത് വളരെ കുഞ്ഞി സിമ്പിളായിട്ടുള്ളൊരു റൊട്ടീനാണ് കേട്ടോ. ഞാൻ ഹെയറിലും ഫേസിലും ഒരേ പ്രൊഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഹെയറിൻ്റെ കാര്യം പറയാം. ഫസ്റ്റ് ഹെയർ എന്ന് പറയുമ്പോൾ നനഞ്ഞ മുടിയായിട്ട് കിടക്കാൻ പാടില്ല ഒരിക്കലും. മുടിക്കായ വരാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നനഞ്ഞ മുടി കെട്ടിവെച്ച് ഒരിക്കലും കിടക്കരുത്. നനഞ്ഞ മുടി അഴിച്ചിട്ടും കിടക്കരുത് കേട്ടോ. അങ്ങനെ കിടക്കുമ്പോൾ മുടി പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് നമുക്ക് മുടി രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ ഇട്ടതിന് ശേഷം മുടിയിൽ കെട്ടൊന്നും പാടില്ല കേട്ടോ. കെട്ടൊക്കെ നല്ലപോലെ കളഞ്ഞിട്ടുണ്ടാവണം. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ മുടിയിൽ കെട്ടൊക്കെ കളഞ്ഞ് മുടി ചീവി വെച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കെട്ടൊന്നും പാടില്ല. അതിനുശേഷം നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഓയിലാണോ ആ ഓയിൽ കുറച്ച്, ഒരുപാടൊന്നും വേണ്ട, വളരെ ഒരു തുള്ളി എങ്ങാനും എടുത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കാം. ഹെയറിൽ വേണ്ട, സ്കാൽപ്പിൽ മാത്രം മതി. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഓയിലൊന്നും അല്ല കേട്ടോ. ഞാൻ അല്ലൂസിൻ്റെ ഹിബിസ്കസ് ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ കുറച്ച് എടുത്തിട്ട് ഹെയറിലും സ്കാൽപ്പിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഹെയറിൽ അത്യാവശ്യം തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മസാജിങ് ആണ്. മസാജിങ് ഇമ്പോർട്ടൻ്റ് ആണ്. നൈറ്റ് എന്തായാലും മസാജിങ് ചെയ്യണം. നമുക്ക് നൈറ്റിലുള്ള മുടി വളർച്ചയ്ക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ മസാജിങ് എന്ന് പറയുന്നത്. ഒരു ചുരുങ്ങിയത് 5 മിനിറ്റെങ്കിലും മസാജ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയും ചെയ്യണം, മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടും മസാജ് ചെയ്യണം. നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ശേഷം നമുക്ക് മുടി ഒന്നും കൂടെ ചീവി എടുക്കാം. അങ്ങനെ നമ്മുടെ ഹെയറിലെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് മുടി കെട്ടി വയ്ക്കാം. എങ്ങനെ വേണമെങ്കിലും കെട്ടി വയ്ക്കാം കേട്ടോ. പിന്നീടാം, അല്ലെങ്കിൽ മുകളിലോട്ട് ഫുൾ എടുത്ത് കെട്ടി വയ്ക്കാം. അമ്മ കെട്ടെന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ കെട്ടി വയ്ക്കാം. ഞാൻ അങ്ങനെയാണ് കെട്ടി വയ്ക്കാൻ പോകുന്നത്. കാരണം എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ അതാണ്. പിന്നെ ഇടുമ്പോഴേക്കും രാവിലെ ആകുമ്പോൾ ചിലപ്പോൾ അത് മുടി വളഞ്ഞ് കിടക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് അതിനേക്കാളും ഇഷ്ടം മേലേക്ക് കെട്ടി വയ്ക്കുന്നതാണ് കേട്ടോ. ഹെയറിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ടൈറ്റ് ആക്കി കെട്ടി വെക്കരുത്. അതിപ്പോൾ ഇങ്ങനെ കെട്ടുകയാണെങ്കിലും പിന്നെ ഇത് കെട്ടുകയാണെങ്കിലും ടൈറ്റ് ആക്കരുത്. നല്ല ലൂസായിട്ട് വേണം കെട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവർ നല്ല ലൂസായിട്ട് തന്നെയാണ് കെട്ടിയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ ഓയിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കണം എന്നില്ല, ജസ്റ്റ് ഒന്ന് കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഹെയർ സിറം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഹെയർ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഹെയർ സിറം സ്കാൽപ്പിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഹെയറിൽ മാത്രം യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഹെയറിലെ പരിപാടി കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഫേസിലേക്ക് വരാം. ഫേസിൽ ഞാൻ ഇതേ പ്രൊഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലൂസിൻ്റെ ഹിബിസ്കസ് ജെൽ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ നൈറ്റ് കെയർ റൂട്ടീൻ. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് നൈറ്റ്. ഞാൻ ഇത്ര ഒരു സിമ്പിളായിട്ട് മാത്രം ഈ ഒരു കുഞ്ഞി പ്രൊഡക്റ്റ് വെച്ചിട്ട് മാത്രമാണ് ഞാൻ എൻ്റെ നൈറ്റ് കെയർ റൂട്ടീൻ നടത്തുന്നത്. പിന്നെ ഹെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹെയർ വേറൊരു മെത്തേഡ് ഉണ്ട്. നമ്മൾ ബെഡിൽ കിടന്നിട്ട് മുടി ബാക്കോട്ട് ഇട്ടിട്ട് മസാജ് ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. അത് വളരെ എഫക്റ്റീവ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് നല്ല എഫക്റ്റീവായി തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാനത് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. നമുക്ക് നൈറ്റിലെ മുടി വളർച്ച ഇരട്ടിയാക്കാൻ സഹായിക്കുന്ന ഒരു മെത്തേഡും കൂടിയാണ് കേട്ടോ അത്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഒരു കുഞ്ഞ് നൈറ്റ് കെയർ റൂട്ടീൻ അല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുതേ.
അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.